ഓണാഘോഷ പരിപാടികൾക്കായി സമാഹരിച്ച തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ജീവനക്കാർ 1 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. സാലറി ചലഞ്ചിൽ നൽകിയ തുകയ്ക്ക് പുറമെയാണ് ഇത്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുഷമ്മ മന്ത്രി വീണ ജോർജിന് ഫണ്ട് കൈമാറി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികളെല്ലാം മാറ്റിവെച്ച് ആ തുക വയനാട്ടിലെ സാധാരണപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഒരു കൂട്ടം സ്റ്റാഫുകൾ. ഇന്ന് അവരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ആശുപത്രി സൂപ്രണ്ടും ഒപ്പം PTA സെക്രട്ടറി അടക്കം നമ്മളോടൊപ്പം, സ്റ്റാഫ് സെക്രട്ടറി അടക്കം നമ്മളോടൊപ്പം ഉണ്ട്. മാഡം, ഇങ്ങനൊരു തീരുമാനം എടുക്കാനുള്ള കാരണം അങ്ങനെയാണോ? കാരണം വയനാട് ദുരന്തം നമ്മളെ നടുക്കിയ ഒരു സംഭവമായിരുന്നു. ഒരുപാട് ഫാമിലി ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലോട്ട് ഒറ്റ ഒരു രാത്രി കൊണ്ട് മാറിപ്പോയൊരു അവസ്ഥ. ഇത് ആർക്കും എപ്പോഴും സംഭവിക്കാം, എപ്പോൾ വേണേലും സംഭവിക്കാമെന്നുള്ള ഒരു അങ്ങനെ ഒരു തോന്നൽ. എല്ലാ വർഷവും ഓണാഘോഷം നമ്മൾ മോശമല്ലാത്ത രീതിയിൽ തന്നെ നടത്തുന്നതാണ്. ജനറൽ ആശുപത്രിയിൽ കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആഘോഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കുകയും അതിനായിട്ട് ചെലവിടുന്ന ഒരു പൈസ, ആ ഒരു പൈസ സ്വരൂപിച്ച് അവിടെയുള്ള കുറച്ച് ഫാമിലിക്കാണെങ്കിലും 1-2 ഫാമിലിക്കാണെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണെന്നൊരു തോന്നൽ. അത് പക്ഷേ ആ തോന്നൽ എനിക്കുണ്ടായത് നമ്മുടെ തന്നെ എല്ലാ സ്റ്റാഫിൻ്റെയും ഒരു അവരിൽ നിന്നാണ് ആലോചന വന്നത്. നമ്മുടെ സ്റ്റാഫ് കമ്മിറ്റിയിൽ അങ്ങനെ ഒരു ചർച്ച വരികയും അത് എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു തീരുമാനമായിട്ട് എടുക്കുകയുമാണ് ഉണ്ടായത്. എത്ര പേരാണ് ഇതിന് തുക നമ്മൾ സമാഹരിച്ച്, എത്ര ആണ് നമ്മൾ അതിന് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത്? എണ്ണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആശുപത്രിയിൽ ഒരു 500-ൽ താഴെ സ്റ്റാഫുണ്ട്. മൊത്തത്തിൽ എല്ലാ കാറ്റഗറിയും എടുത്തു കഴിയുമ്പോൾ ഡോക്ടേഴ്സ് ഉൾപ്പെടെ PTS ഉൾപ്പെടെ വരുന്ന എല്ലാ കാറ്റഗറിയും എടുത്താൽ 500-ൽ താഴെ വരും. അതിൽ ഒരുവിധം നല്ല രീതിയിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ടുണ്ട്. സാധാരണ എല്ലാ വർഷവും ഇവിടെ അത്തപ്പൂക്കളിടുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു കാര്യം ഒരു മനുഷ്യ നന്മയെ ഉദ്ദേശിച്ചാണോ? അതെ, മനുഷ്യ നന്മ തന്നെ ഉദ്ദേശിച്ചാണ്. അത് ആഘോഷം അന്ന് ആഘോഷിച്ചപ്പം കുറെ കളിച്ച് ചിരിച്ച് ഡാൻസ് ചെയ്ത് അതങ്ങ് തീരും. അപ്പോൾ അതിന് പിന്നീട് ഓർത്തിരിക്കാൻ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയൊരു കോൺട്രിബ്യൂഷൻ വരുമ്പോൾ പല രീതിയിലും നമ്മുടെ സ്റ്റാഫുകൾ എല്ലാവരും തന്നെ പല രീതിയിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സാലറി ചലഞ്ചായിട്ടും മറ്റ് പല സംഘടനകൾ വഴിക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുക, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിലൊരു ചെറിയൊരു തുക ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു തുക അത്ര മാത്രമാണ്. തുക എങ്ങനെ മന്ത്രിക്ക് നേരിട്ട് കൊടുക്കുമായിരുന്നു? എങ്ങനെയാണ് കൈമാറിയത്? അതെ, മന്ത്രിക്ക് ഒരു ചെക്കായിട്ടാണ് നമ്മൾ കൊടുത്തത്. സ്റ്റാഫ് കൗൺസിലിൻ്റെ അക്കൗണ്ട് ഉണ്ട് നമുക്ക്. ആ അക്കൗണ്ടിൽ നിന്ന് ചെക്കായിട്ടാണ് കൈമാറിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി രാവിലെ എത്താമെന്ന് പറഞ്ഞിരുന്നത്. ഭയങ്കര തിരക്കായിരുന്നു നാട്ടിൽ. അങ്ങനെ ഞങ്ങൾ ആറന്മുള പോയി. അവിടെ ഞങ്ങളെല്ലാവരും പോയിട്ട് അവിടെ നിന്നാണ് കൈമാറിയത്. വലിയ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ സ്റ്റാഫുകൾ ചെയ്തിട്ടുള്ളത്. എന്തായാലും അവരുടെ ഓണാഘോഷം മാറ്റിവെച്ചിട്ടാണ് ഈ ഒരു നല്ല പ്രവൃത്തിയിൽ അവർ പങ്കാളികളായത്. പത്തനംതിട്ടയിൽ നിന്നും ശശി നാരായണൻ, News 18.